ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തക്കാളി സാദം. അതാണ്. അതിന് നമുക്ക് ബസ്മതി റൈസ് വേണം. അതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിട്ടിട്ട് ഗ്യാസിൽ വെച്ച് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് വേവേ ഉള്ളൂ. പിന്നെ എണ്ണ വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് നിൽക്കണം. അല്ലെങ്കിൽ മുഖത്ത് നല്ല പോലെ വീണ് നല്ല പാടൊക്കെ വരും. ലാസ്റ്റ് അത് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പിന്നെ സവാള, ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പാചകത്തിന് വേണ്ടി പുതിയ പാനൊക്കെ വാങ്ങി. അപ്പം ഞാൻ ഇവിടുത്തെ ചട്ടിയിലാണ് ഉണ്ടായിക്കൊണ്ടത്. ഇപ്പം ഞാൻ കരുതി പാചകത്തിന് വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു പാനൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല കിണ്ടണം. ഈ തവിയിട്ട് കിണ്ടാൻ നല്ല സുഖമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിണ്ടിക്കോ അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ തക്കാളി, ഇതിൽ തക്കാളിയാണ് കേട്ടോ മെയിൻ ഐറ്റം. അപ്പോൾ നമ്മൾ തക്കാളി, ഞാൻ ഒരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ കിണ്ടി കൊടുക്കണം. ഇതിൽ എണ്ണ പിടിക്കുന്നില്ല, എണ്ണയെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പാൻ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. ഇനി പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുരുമുളക് പൊടി, എരിവ് ആവശ്യത്തിന് മതി കേട്ടോ. കാരണം എല്ലാം കൂടി ഇടുമ്പം കുളമാവും. പിന്നെ മുട്ട, ഇത് ബുൾസി അടിക്കാനല്ല, ഇതിൽ മിക്സ് ചെയ്യാനാണ്. എനിക്കിങ്ങനെ പൊട്ടിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മുട്ട കിണ്ടണത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ഞാനൊന്ന് കിണ്ടി നോക്കി. ഇത് തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പി അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് കിണ്ടി. തമിഴൊക്കെ പറഞ്ഞ ആഗ്രഹമുണ്ട്, തെറ്റിപ്പോയാൽ നിങ്ങളൊക്കെ എന്നെ തെറി വിളിക്കൂലേ. പിന്നെ റൈസ് വന്നിട്ടുണ്ട്. റൈസ് ഇതിലോട്ടാണ്. നമുക്ക് ഇത് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് ഇതിലോട്ട് ഇടാം. പുതിനയിലയുണ്ട്, വേണമെന്നുള്ളൊരു പുതിനയില ഇട്ടാൽ മതി. ഞാൻ മല്ലിയിലയാണ് മെയിൻ, ഞാനിഷ്ടം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയല്ല കേട്ടോ, മസാലയും കൂടി ഇതിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് അടച്ച് വയ്ക്കാം. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ വന്ന് നല്ല മിക്സായിട്ട് തിന്നാൻ വേണ്ടി എടുത്തു. ഞാൻ അതിൻ്റെ കൂടെ ഒരു തൈര് സാലഡും ഉണ്ടാക്കി. എഗ്ഗ് അവിച്ചതാണ്, എഗ്ഗും ഉണ്ടാക്കി. പിന്നെ ഞാൻ കഴിച്ചു നോക്കുകയാണ്. അടിപൊളി സാധനമാണ് മക്കളെ, എനിക്ക് ரொம்ப പിടിച്ചിருக்கு. തമിഴിലെ സുൾറേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. തമിഴ്നാട് സാധനം നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം അത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.